കുറെ ആളുകളെല്ലാം ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സാധാരണ ഉപചരണം ആരംഭിച്ച് ഒന്നും രണ്ടും ഘട്ടമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ഭാഗം ആളുകൾ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുക. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു നില ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. അതിന് കാരണം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ്. രാഷ്ട്രം അപകടത്തിലാവാതിരിക്കുക എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. രാജ്യം അപകടാവസ്ഥയിലാണ് എന്നത് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത അത് സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ രീതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതക്ക് ആപത്തുളവാക്കുന്ന ഓരോ സംഭവങ്ങളും രാജ്യത്തുണ്ടായപ്പോഴെല്ലാം വലിയ തോതിലാണ് കേരളത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ബിജെപിയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫലമെന്താ? കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭീതിയിലും കഴിയുന്നു. ദേവേ തലമുറകളായി ഇവിടെ ജീവിച്ചു വന്നവരാണ് അവർ. ഇനി ജീവിക്കാനാകുമോ, ഇവിടെ ജീവിക്കാനാകുമോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്തുണ്ടായിരിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തന്നെ വലിയൊരു ദുഷ്കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ ഇന്ത്യ മതനിരപേക്ഷതക്ക് പേരുകെട്ട ഒരു രാഷ്ട്രമെന്ന നിലക്ക് പൊതുവെ ലോകത്തിനു മുന്നിൽ അംഗീകാരമായിരുന്നു. അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ നിലപാടിനെ ലോക സംഘടനകള്, പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങള് എല്ലാം വിമർശിക്കുക. വ്യത്യസ്ത സംഭവങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് നേരെ വിമർശനമുയർത്തുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്, അമേരിക്കയുണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട്, ഒട്ടനേകം രാജ്യങ്ങൾ, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ രാജ്യവുമായി നല്ല സുഹൃത്ബന്ധമുള്ളവരടക്കം
കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നു. രാജ്യത്തെക്കുറിച്ച് പൊതുവെ അഭിമാനിക്കാറുള്ളത് ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നാണ്. പക്ഷേ ജനാധിപത്യമാണോ എന്ന സംശയം ലോകത്തുയർന്നിരിക്കുന്നു. നമ്മുടെ അനുഭവമുണ്ട്. നമ്മുടെ അനുഭവത്തിലേക്കല്ല ഞാനിപ്പോൾ കടക്കുന്നത്. ലോകമാകെ നമ്മെ നോക്കി നിങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ആ ചോദ്യം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ജർമ്മനിയും അമേരിക്കയുമെല്ലാം ചോദിച്ചതായി നാം കാണുന്നു. ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ നടപ്പാക്കുന്നു? ഇവിടെ നിയമം എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകുന്നുണ്ടോ? നിയമത്തിന് മുന്നിൽ എല്ലാവരെയും സമന്മാരായി കാണുന്നുണ്ടോ? തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന ഒരു രീതിയാണോ ഉള്ളത്? ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന ജനാധിപത്യ രീതിക്ക് ചേർന്നതാണോ? ഇത്തരം സംശയങ്ങൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉയർത്തുന്ന നിലവറിയിക്കുന്നു. അപ്പോ ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. അതിന്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ പല സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു. ഭരണകൂടത്തിന് തലപ്പത്തിരിക്കുന്നവർക്ക് ഹിതമാകുന്ന തരത്തിലുള്ള നിലപാടേ, അത് വിശ്വാസമായാലും അഭിപ്രായമായാലും എല്ലാം വെച്ചു പുലർത്താൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നിടത്തേക്ക് എത്തുന്നു. സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന നീക്കം അതീവ ഗൗരവമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. ഇതിന്റെയെല്ലാം മൊത്തം ഫലം രാജ്യത്തിന്റെ ഐക്യവും ഒരുമയും അപകടപ്പെടുന്നു എന്നുള്ളതാണ്. ദേശീയോദ്ഗ്രഥനം അങ്ങേയറ്റം അപകടത്തിലായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആകെ ഫലം രാജ്യം അപകടത്തിലാകുന്നു. അത്തരമൊരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയുടെയും
ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയോദ്ഗ്രഥനത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൊത്തമായും സംരക്ഷണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുക എന്നതാണ് ജനമാകെ ചിന്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അപകടപ്പെടുത്തുന്ന ബി.ജെ.പിയെ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, കേന്ദ്രഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യം ആ ഒരു വികാരത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ തോറും വിപുലമായ ഐക്യം രൂപപ്പെട്ടതായി കാണാൻ നമുക്ക് കഴിയും. തങ്ങളെ പരാജയപ്പെടുത്താനാകില്ല, പക്ഷേ ഇനിയൊരു ടേം ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്നും രാജ്യത്തെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 2004 വാജ്പേയിയെ പരാജയപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിധി വരുന്നത്. അതാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരയാണ് എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ. അന്നും ഇന്ത്യയിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥ പിന്നിട്ടപ്പോ സ്വീകരിച്ച നിലപാട് 1977 രാജ്യം കണ്ടതാണ്. അപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ ആകെ തകർക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിസ്സംഗത പാലിക്കാനാവില്ല. തങ്ങൾ നിലപാട് സ്വീകരിച്ചു പോകേണ്ട ഘട്ടമാണ് ഇത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ കേരളം എങ്ങനെ നേരിടും? കേരളത്തിലെ എവിടെയും ബി.ജെ.പി. ജയിച്ചു വരാവുന്ന ശക്തിയല്ല എന്ന് കേരളത്തിന് പൊതുവിൽ അറിയാം. അവരെ ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ മതനിരപേക്ഷതയുടെ വിളനിലമായ നമ്മുടെ നാട് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഈ നാടിന്, ഇവിടുത്തെ ജനങ്ങൾക്ക് ചേരുന്ന നിലപാടും നയവുമല്ല ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബി.ജെ.പിയെ ജനങ്ങളിവിടെ തിരസ്കരിച്ചതാണ്. അത് നല്ല രീതിയിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഇവിടെ ബി.ജെ.പിയെ നേരിടാൻ ഞങ്ങൾ മതി എന്ന് പറയുന്ന
ഒരു കൂട്ടരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമാണ് നേടിയിരുന്നത്. അന്ന് LDF